ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് അനിഴം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ അനിഴം നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ കാലം അനുകൂലമാണ്. വളരെ അനുകൂലമായിട്ടാണ് ഈ 2 മാസം നിങ്ങൾക്ക് നിൽക്കുന്നത്. എന്നാൽ കുറച്ച് ശ്രദ്ധയൊക്കെ വേണ്ട സമയവും കൂടിയാണ് ഈ നവംബർ ഡിസംബർ മാസം. നിങ്ങൾ ആ ഓരോ കാര്യവും വളരെ സൂക്ഷ്മതയോടും കൂടിയും ചെയ്യേണ്ടതാണ്. ഇതിലെടുത്തു പറയേണ്ട വാഹന ഉപയോഗം നിങ്ങൾ കരുതലോടുകൂടി ചെയ്യണം. അസമയത്തുള്ള വാഹന ഉപയോഗം കഴിയാവുന്നത് ഒഴിവാക്കുക. സ്വന്തം വാഹനങ്ങളല്ലാതെ മറ്റൊരാളുടെ വാഹനം വാങ്ങി ഉപയോഗിക്കുന്നതും കഴിയാവുന്നതും ഒഴിവാക്കുക. ശത്രുക്കൾ മിത്രങ്ങളാവുന്ന ഒരു സമയമാണ്, ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഈ സമയങ്ങളിലുള്ളത്. ശത്രുതാമനോഭാവം വെച്ച് നേരത്തെ പെരുമാറിയവരൊക്കെ ഒരു മിത്രാവസ്ഥയിലേക്ക് മാറുന്ന അത്ഭുതകരമായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപെടുന്നതാണ്. എന്നാൽ ശത്രുഭയം നിങ്ങളെ സദാ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാൻ പോകരുത്. ഉറ്റമിത്രങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യതയുണ്ട്. അഗ്നിഭയം ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെയധികം ഉള്ളതുകൊണ്ട് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് തീ എന്ന ഫയറുമായിട്ട് ബന്ധപ്പെട്ടല്ല, മറ്റു രീതിയിലും അഗ്നിഭയം ഉണ്ടാകാം, പൊള്ളലേൽക്കാം. വൈദ്യുതി മുഖാന്തരം ആവാം, ആസിഡുകൾ ആൽക്കലീനുകൾ ഒക്കെ മുഖാന്തരമാവാം. മറ്റ് കുക്കിംഗ് ജോലികൾ ചെയ്യുക അല്ലെങ്കിൽ എൻജിനീയറിംഗ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നേരിട്ട് പൊള്ളലേൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അനിഴം നക്ഷത്രക്കാർ, നിങ്ങളുടെ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നവർ, ഈ പറഞ്ഞ മേൽഭാഗത്തിൽ അഗ്നിഭയം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളവരെ സേഫ്റ്റി പ്രിക്വേഷൻസൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഗുണകരമായിരിക്കും. നിങ്ങൾ കർമ്മസ്ഥാനത്തുള്ളൊരു വ്യാഴം നിങ്ങൾക്ക് ഗുണഫലം ചെയ്തു നിൽക്കുന്ന സമയമായതുകൊണ്ട് ജോലിയിലൊക്കെ വളരെ ഗുണകരമായിട്ട് കാണുന്നു. തൊഴിലിൽ വളരെ നല്ല രീതിയിലേക്ക് തൊഴിൽ മാറുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ മേലധികാരികളുടെ ഭാഗത്തു നിന്നും കൺഗ്രാജുലേഷൻസൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അപ്രതീക്ഷിത ധനയോഗം നിങ്ങൾക്ക് കാണും. നിങ്ങൾ നനച്ചിരിക്കാത്ത സമയത്ത് ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ധനാഗമനമുണ്ടാകും. ബന്ധുജനങ്ങളുടെ അമിതമായ ഇടപെടലുകൾ നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള സാധ്യതയുണ്ട്. വർഷത്തിൻ്റെ 2-3 ഭാഗങ്ങൾ ഐശ്വര്യപൂർണ്ണമായിട്ടും മാറുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ധനലാഭവും ഒക്കെ കാണുന്ന സമയമാണ് ഈ നവംബർ ഡിസംബർ മാസം. പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ദിവസേന എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. രാവിലെ പ്രാണായാമം ചെയ്യുക. അതോടൊപ്പം തന്നെ ഭഗവാനെ സ്തുതിക്കുന്നത്, ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുക, അതല്ല എങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദമ്പതിഭാവത്തിലുണ്ടായിരുന്ന താളപ്പിഴകളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ ആലോചനയില്ലാത്ത പ്രവൃത്തികൾ, നിങ്ങൾ വേണ്ട പോലെ ആലോചിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾ ദോഷഫലം ചെയ്യും. നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്നതാണ്. ദീർഘനാളായിട്ട് രോഗശയ്യയിൽ കിടന്നവർക്കൊക്കെ അതിൽ നിന്നൊക്കെ മാറി സാധാരണ ജീവിതത്തിലേക്ക്, നിങ്ങൾ ആഗ്രഹിച്ച സാധാരണ ജീവിതത്തിലേക്ക് മാറാൻ പറ്റുന്ന സമയമാണ്. നിങ്ങൾ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കഴിയാവുന്നതും വ്യാഴാഴ്ചകളിലൊക്കെ മഹാവിഷ്ണു ക്ഷേത്രം ദർശിക്കുക. ബുധനാഴ്ചകളിലൊക്കെ ആണെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക. അതോടൊപ്പം തന്നെ ബുധനാഴ്ചകളിലെ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. തുളസിമാല ഭഗവാന് ചാർത്താൻ നൽകുക. വ്യാഴാഴ്ചയാണെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. മഞ്ഞപ്പൂക്കൾ വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ തിടപ്പള്ളിയിൽ പത്മമിട്ട് പാൽപ്പായസം ബ്രഹ്മർഷസിന് സമർപ്പിക്കുന്നതൊക്കെ ഗുണകരമാണ്. ഇതിനേക്കാളൊക്കെ മഹത്വപൂർണ്ണമാണ് അന്നദാനം. നിങ്ങൾ അന്നദാനം നടത്തുക. ക്ഷേത്രങ്ങളിലെ അന്നദാനമല്ല ഞാൻ പറയുന്നത്. വിശന്നിരിക്കുന്നവർക്ക് വിളിച്ച് ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കുക. അത് ചെവി അറിയാതെ ചെയ്യുക. മറ്റുള്ളവരുടെ മുന്നിൽ പ്രശസ്തിക്ക് വേണ്ടി, പെരുമയ്ക്ക് വേണ്ടി ചെയ്യാതിരിക്കുക.
വിശന്നിരിക്കുന്നവനെ തിരഞ്ഞു പിടിക്കുക. അവന് നിങ്ങൾക്ക് എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോൾ അന്നം ധനമായിട്ടല്ല, അവൻ്റെ വിശപ്പ് മാറാൻ വേണ്ടി നൽകുക. ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.